യുദ്ധത്തിൽ ജയിക്കുന്നത് വേഗം കൊണ്ടാണോ അതോ ശത്രുവിനെ അറിയിക്കാതെ ലക്ഷ്യത്തിലെത്താനുള്ള കഴിവ് കൊണ്ടോ? റഡാറുകൾക്ക് പോലും എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയാത്ത ഒരു മിസൈൽ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റുമോ? ഇന്ത്യയുടെ സുഖോയ് യുദ്ധവിമാനങ്ങളിൽ ഉടൻ ഒരു പുതിയ ആയുധം എത്തുമെന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അത് രാജ്യത്തിന്റെ വ്യോമശേഷിയെ എത്രത്തോളം മാറ്റിമറിക്കും? ഇപ്പോൾ ലോകം പ്രതിരോധ രംഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാക്കുന്ന പേരുകളിലൊന്നാണ് റഷ്യയുടെ KH-69 സെറ്റലൈറ്റ് ക്രൂസ് മിസൈൽ. ഇത് വെറും മിസൈൽ മാത്രമല്ല, ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് വളരെ ദൂരെ ഇരുന്ന് കൃത്യമായി ആക്രമിക്കാൻ കഴിയുന്ന ഒരു പുതിയ തലമുറ ആയുധമാണിത്. ഇന്ത്യ ഈ മിസൈൽ സ്വന്തമാക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നതോടെ KH-69 വീണ്ടും വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഈ മിസൈലിന്റെ പ്രത്യേകത? ബ്രഹ്മോസുമായി ഇതിന് എന്താണ് വ്യത്യാസം? ഇന്ത്യക്ക് ഇത് ലഭിച്ചാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുക? ലളിതമായി മനസ്സിലാക്കാം. ഇന്ന് ലോകത്തിലെ യുദ്ധവിമാനങ്ങളുടെ സ്വഭാവം പഴയതുപോലെയല്ല. മുമ്പ് വലിയ സൈന്യവും കൂടുതൽ ടാങ്കറുകളും യുദ്ധവിമാനങ്ങളും ഉണ്ടായിരുന്നതിനാൽ മാത്രമാണ് വിജയം ഉറപ്പായിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി. ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് കൃത്യമായി ആക്രമിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് വിജയത്തിന്റെ പ്രധാന ഘടകം. ഈ സാഹചര്യത്തിലാണ് റഷ്യ വികസിപ്പിച്ച KH-69 ശ്രദ്ധ നേടുന്നത്. ഇതൊരു സ്റ്റാൻഡേർഡ് ഓഫ് സെറ്റലൈറ്റ് ക്രൂസ് മിസൈലാണ്. അതായത് ശത്രുവിന്റെ അതിർത്തിക്കുള്ളിലേക്ക് യുദ്ധവിമാനം കടക്കാതെ തന്നെ സുരക്ഷിതമായ അകലത്തിൽ നിന്ന് മിസൈൽ വിക്ഷേപിക്കാനാകും. തുടർന്ന് മിസൈൽ തന്നെ ലക്ഷ്യത്തിലേക്ക് പറന്ന് കൃത്യമായി ആക്രമിക്കും. ഇതിലൂടെ യുദ്ധവിമാനത്തിനും പൈലറ്റിനും അപകട സാധ്യത കുറയും. KH-69 മറ്റൊരു പ്രധാന സവിശേഷത അതിന്റെ സെറ്റലൈറ്റ് രൂപകൽപ്പനയാണ്. സാധാരണ മിസൈലുകളെ അപേക്ഷിച്ച് റഡാറുകൾക്ക് കണ്ടെത്താൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആയതിനാൽ ശത്രുവിനിത് വരുന്നത് മനസ്സിലാകും മുമ്പ് തന്നെ ലക്ഷ്യത്തിലെത്താൻ സാധ്യത കൂടുതലാണ്. ഈ മിസൈൽ വളരെ താഴ്ന്ന ഉയരത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഭൂമിയുടെ ഭൂപ്രകൃതിയെ പിന്തുടർന്ന് പറക്കുന്നതിനാൽ റഡാർ നിരീക്ഷണത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കാൻ ഇതിന് സഹായമാകും. ഇതാണ് അതിന്റെ ഏറ്റവും വലിയ കരുത്തായി വിലയിരുത്തപ്പെടുന്നത്. ഏകദേശം 400 കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇതിന് കഴിയുമെന്ന് റഷ്യ അവകാശപ്പെടുന്നു. ഇത്രയും ദൂരത്തിൽ നിന്ന് ആക്രമിക്കാൻ കഴിയുന്നത് യുദ്ധവിമാനങ്ങൾക്ക് കൂടുതൽ സുരക്ഷ നൽകുന്ന കാര്യമാണ്. KH-69 ഭാരം ഏകദേശം 710 കിലോഗ്രാമാണ്. ബ്രഹ്മോസ് പോലുള്ള വലിയ മിസൈലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ ഭാരം കുറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധവിമാനത്തിൽ കൂടുതൽ എണ്ണം വഹിക്കാൻ കഴിയുമെന്നതാണ് പ്രധാന നേട്ടമായി പറയപ്പെടുന്നത്. ഈ മിസൈൽ ആദ്യം വികസിപ്പിച്ചത് റഷ്യയുടെ 5ാം തലമുറ സെറ്റലൈറ്റ് യുദ്ധവിമാനമായ Su-57 വേണ്ടിയായിരുന്നു. പിന്നീട് മറ്റ് യുദ്ധവിമാനങ്ങളിലും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഇതിനെ വികസിപ്പിച്ചു. ഇവിടെയാണ് ഇന്ത്യയുടെ പേര് ഉയർന്നു വരുന്നത്. റഷ്യയുടെ അവകാശവാദം അനുസരിച്ച് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന യുദ്ധവിമാനമായ Su-30 AK-യിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ തന്നെ KH-69 ഘടിപ്പിക്കാൻ കഴിയും. ഇത് യാഥാർത്ഥ്യമായാൽ ഇന്ത്യയുടെ നിലവിലെ യുദ്ധവിമാനങ്ങൾ കൂടുതൽ ശക്തമായ ദീർഘദൂര ആക്രമണശേഷി നേടും. ഇന്ത്യക്കിപ്പോൾ 260-ലധികം Su-30 MKI യുദ്ധവിമാനങ്ങളുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന കരുത്തായി ഇവയെ കാണാറുമുണ്ട്. ആയതിനാൽ KH-69 പോലൊരു പുതിയ ആയുധം ഇവയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞാൽ അതിന്റെ പ്രാധാന്യം വളരെ വലുതായിരിക്കും. ഇപ്പോൾ പലരുടെയും മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്: ബ്രഹ്മോസ് ഉള്ളപ്പോൾ പിന്നെ എന്തിന് KH-69? ഉത്തരം വളരെ ലളിതമാണ്. ഇരുവരും ഒരേ ജോലി ചെയ്യുന്ന മിസൈലുകളല്ല. ബ്രഹ്മോസ് ഒരു സൂപ്പർസോണിക് മിസൈലാണ്. അതായത് ശബ്ദവേഗത്തേക്കാൾ പല മടങ്ങ് വേഗത്തിലാണ് അത് ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നത്. അതിന്റെ പ്രധാന ശക്തി വേഗമാണ്. എന്നാൽ KH-69 സബ്സോണിക് ആണ്. വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അതായത് ബ്രഹ്മോസിനേക്കാൾ വേഗം കുറവാണെന്നർത്ഥം. പക്ഷേ അതിനു പകരം സെറ്റലൈറ്റ് സാങ്കേതിക വിദ്യയും താഴ്ന്ന ഉയരത്തിലുള്ള പറക്കലും ഉപയോഗിച്ച് ശത്രുവിന്റെ റഡാറുകളെ വെട്ടിക്കാൻ കഴിയും. ആയതിനാൽ ബ്രഹ്മോസും KH-69 തമ്മിൽ മത്സരമല്ല. രണ്ടിനും വ്യത്യസ്ത ദൗത്യങ്ങളാണ്. വേഗത്തിൽ ആക്രമണം നടത്തേണ്ട സാഹചര്യത്തിൽ ബ്രഹ്മോസ് കൂടുതൽ അനുയോജ്യമായിരിക്കും. എന്നാൽ ശത്രുവിന്റെ ശക്തമായ വ്യോമ പ്രതിരോധം മറികടക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ KH-69 പോലുള്ള സെറ്റലൈറ്റ് മിസൈലുകൾക്ക് മുൻതൂക്കം ലഭിക്കും. ഇന്ത്യക്ക് ഇതിനകം തന്നെ മറ്റൊരു ദീർഘദൂര ആക്രമണ ആയുധമുണ്ട്. ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ റാഫേൽ യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന സ്കാൽപ് ക്രൂസ് മിസൈൽ ഇതിനകം തന്നെ സേവനത്തിലുണ്ട്. ആയതിനാൽ KH-69 കൂടി എത്തിയാൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വിവിധ സാഹചര്യത്തിൽ വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കൂടുതൽ അവസരം ലഭിക്കും. ഓരോ ദൗത്യത്തിനും ഏറ്റവും അനുയോജ്യമായ മിസൈൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ ഗുണം. റഷ്യ യുക്രൈൻ യുദ്ധം ലോകത്തിനൊരു വലിയ പാഠമാണ് നൽകിയിരിക്കുന്നത്. ആധുനിക യുദ്ധങ്ങളിൽ വേഗം മാത്രം മതിയാകില്ല. കൃത്യതയും സാങ്കേതിക വിദ്യയും ഒളിഞ്ഞു നിന്നുള്ള ആക്രമണശേഷിയുമാണ് കൂടുതൽ നിർണായകമാകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തെ പല രാജ്യങ്ങളും സെറ്റലൈറ്റ് സാങ്കേതിക വിദ്യയുള്ള മിസൈലുകളിലും യുദ്ധവിമാനങ്ങളിലും കൂടുതൽ നിക്ഷേപം നടത്തുന്നത്. റഡാറുകളെ വെട്ടിച്ച് ലക്ഷ്യത്തിലെത്താൻ കഴിയുന്ന ആയുധങ്ങൾ ഭാവിയിലെ യുദ്ധങ്ങളിൽ കൂടുതൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായം.
K-69 ഒരു പുതിയ മിസൈൽ മാത്രമല്ല, ആധുനിക യുദ്ധങ്ങൾ ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന് കാണിക്കുന്ന ഒരു ഉദാഹരണമാണിത്. വേഗത്തിനൊപ്പം കൃത്യതയും ശക്തിക്കൊപ്പം സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യയും എത്രത്തോളം പ്രധാനമാണെന്ന് ഈ മിസൈൽ വ്യക്തമാക്കുന്നു. ഇന്ത്യ ഈ മിസൈൽ സ്വന്തമാക്കുമോ എന്നത് ഇപ്പോഴും ഉറപ്പായിട്ടില്ല. ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വരാനുണ്ട്. എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യൻ വ്യോമസേനയുടെ ദീർഘദൂര ആക്രമണശേഷി കൂടുതൽ ശക്തമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം ഇന്ത്യ സ്വന്തം പ്രതിരോധ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിലും വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. ആയതിനാൽ ഭാവിയിൽ വിദേശ ആയുധങ്ങളും തദ്ദേശ സാങ്കേതിക വിദ്യയും ചേർന്നുള്ള ശക്തമായ പ്രതിരോധ സംവിധാനമായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം. അവസാനം ഒരു ചോദ്യം മാത്രം ബാക്കി: ഭാവിയിലെ യുദ്ധങ്ങളിൽ ഏറ്റവും വലിയ കരുത്ത് എന്തായിരിക്കും? വേഗമോ അതോ ശത്രുവിനെ അറിയിക്കാതെ കൃത്യമായ ലക്ഷ്യത്തിൽ എത്താനുള്ള സാങ്കേതിക വിദ്യയോ? അതിന്റെ ഉത്തരം കണ്ടെത്താനുള്ള മത്സരമാണ് ഇന്ന് ലോക പ്രതിരോധ രംഗത്ത് നടക്കുന്നത്.